എളുപ്പം നൽകുന്നവനാണ്. ആ അല്ലാഹുവിനോട് കൈനീട്ടി എപ്പോഴൊക്കെ ഒരു മുസ്ലിമേ നീ ദുആ ചെയ്തിട്ടുണ്ടെങ്കിലും നിന്റെ ഒറ്റ ദുആയും വെറുതെയായിട്ടില്ല. ദുആ ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും ദുആ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചതുപോലെ ചിലത് നടന്നിട്ടില്ല. പക്ഷേ ആ ദുആ വെറുതെയായിട്ടില്ല കേട്ടോ. ഒന്നിരിക്കൽ നിങ്ങൾ ദുആ ചെയ്തതുപോലെ തന്നെ ആ വന്ന് കണ്ടുപോയ പയ്യനെ കൊണ്ടുള്ള കല്യാണം, ആ വന്ന് കണ്ടുപോയ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവനെ കൊണ്ട് നിന്റെ മോളെ കെട്ടിക്കുക എന്ന നിന്റെ ആശയം അല്ലാഹു നടത്തി തന്നിട്ടുണ്ടാകും. അല്ലെങ്കിലോ അത് നമുക്ക് എല്ലാ നിലക്കും ആലോചിച്ചിട്ട് മറ്റുള്ള സംഗതികളൊക്കെ ഒത്തു നോക്കുമ്പോ സംഗതി ഒക്കെയാണെന്നാ തോന്നുന്നത്. പക്ഷെ അത് നിനക്ക് ഖൈറായിരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ ചെയ്തതിനൊരു വലിയ പ്രതിഫലം ആഖിറത്തിൽ തരാമെന്ന് കരുതിയിരിക്കുന്നു. ഇത് പടച്ച റബ്ബ് തട്ടി മാറ്റിയിരിക്കുന്നു. അതുമല്ലെങ്കിൽ അതിൽ വേറെ എന്തോ രഹസ്യമുണ്ട്. അല്ലാഹു നിനക്ക് വരാനിരിക്കുന്ന ഒരു വലിയ അപകടം തട്ടി മാറ്റിയിരിക്കുന്നു. എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട്. അതിനിതൊന്നും ചിന്തിക്കാനും കാത്തിരിക്കാനും നമുക്ക് കഴിയില്ല. നമ്മൾ അപ്പോഴേക്ക് മൂഡ് ഓഫ് ആയി പോവാണ്. പാടില്ല. ഞാൻ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റ ഒരു സംഭവം ഓർമ്മപ്പെടുത്തുകയാണ്. ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും വരുമ്പോഴേക്ക് നാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രശ്നം പരിഹരിച്ചില്ല, എന്റെ ദുആ അല്ലാഹു കേട്ടില്ല, എന്നെ കൈവിട്ടു എന്നൊക്കെ ചിന്തിക്കുകയും അതിനനുസരിച്ച് പൊറുതികേടാകുകയും മറ്റും ചെയ്യുന്ന ആണ് പെണ്ണുങ്ങൾ ചിന്തിക്കണം. അല്ലാഹുവിനെ ശരിയായി മഹബത്ത് വെച്ച ആളുകളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം? ബഹുമാനപ്പെട്ടവരുടെ സ്ഥിതി, അല്ലാഹുവിന്റെ വലിയ പരീക്ഷണങ്ങൾ ആ മഹാനുഭാവന്റെ നേരെ വന്നിട്ടുണ്ട്. ഏതെല്ലാം വിധത്തിലുള്ള പരീക്ഷണങ്ങളാണെന്നറിയണോ? ഇന്നബ്തിലാഹു കാന ബിദഹാബിൽ മാലി വൽ അഹ്ലി വസ്സിഹ്ഹത്തി ജമീആ. അല്ലാഹു കൊടുത്ത ആരോഗ്യം തകർന്നുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്ത് നശിച്ചുപോയി. കുടുംബങ്ങളും എല്ലാവരും വിട്ടുപോയി. സമ്പത്തും പോവുക, ആരോഗ്യവും പോവുക, കുടുംബവും കൈയൊഴിയുക. ഈ നിലക്കുള്ള ഒരു വലിയ പരീക്ഷണമാണ് ഈ 70ഓളം വയസ്സു പ്രായമുള്ള അയ്യൂബ് നബി അലൈഹിസ്സലാമിന് നേരെ വരുന്നത്. ആ മഹാന്റെ പ്രിയപ്പെട്ട ഭാര്യയൊഴികെ എല്ലാവരും അകന്നു നിൽക്കുന്ന ഒരു സന്ദർഭം. ഭാര്യ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹത്തെ പരിചരിക്കുകയാണ്. വലിയ സൗകര്യത്തിൽ ജീവിച്ച ഒരു പെണ്ണ് സ്വന്തം ഭർത്താവിന്റെ ഒരു നേരത്തെ ക്ഷുത്തടക്കാൻ വേണ്ടി മറ്റുള്ള സമ്പന്നരായ ആളുകളുടെ വീടുകളിൽ കയറിയിറങ്ങി ജോലി ചെയ്യേണ്ട അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പെണ്ണ് പോകുന്നു, ഭാര്യ പോകുന്നു, പണക്കാരുടെ വീടുകളിൽ ജോലി ചെയ്തിട്ട് ഹലാലായ ഭക്ഷണം സമ്പാദിച്ചിട്ട് പ്രിയപ്പെട്ട ഭർത്താവാകുന്ന അയ്യൂബ് നബിക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ട ഒരു സമയത്ത് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു, അലാ തദുല്ലാഹ ലിയുആഫീ, നിങ്ങൾക്ക് അല്ലാഹു ഒന്ന് സൗഖ്യം തരാൻ വേണ്ടി, നിങ്ങളെ രോഗമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആരോഗ്യം തരാൻ വേണ്ടി ഒന്ന് പടച്ചവനോട് നിങ്ങൾക്ക് ദുആ ചെയ്തുകൂടെയോ? ആ സമയത്ത് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ഖദ് ഇശ്തു സഹീഹൻ 70 സന അഫലാ അസ്ബിറു 7 സിനീൻ. 70 ആണ്ട് ആരോഗ്യത്തോടെ ജീവിച്ചവനാണ് ഞാൻ. 70 കൊല്ലം എല്ലാ സുഖ സൗകര്യങ്ങളും അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. 7 കൊല്ലമെങ്കിലും ഞാൻ ക്ഷമിക്കണ്ടയോ? നീ എന്താണ് ഇങ്ങനെ ധൃതി കൂട്ടുന്നത്? الذين آمنوا أشد حبا لله.
ശരിയായ വിശ്വാസികൾക്ക് അള്ളാഹുവിനോട് മഹബത്തുണ്ട്. അള്ളാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ അവർ വിലയിരുത്തുന്നുണ്ട്. നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. എന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ എത്ര പ്രാർത്ഥിച്ചു, എത്ര ദിക്ർ ഹൽക്കയിൽ വന്നു, എന്നിട്ടൊന്നും എന്റെ കാര്യം ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊറുതികേട് പറയാൻ അന്നാക്ക് തന്നവനാരാണ് സഹോദരാ? ആ നാവ് ചലിപ്പിക്കുന്നതും അല്ലാഹു അല്ലയോ? പടച്ച റബ്ബ് തന്ന നിഅമത്തുകളെ സംബന്ധിച്ച് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമോ? നിങ്ങൾ അതിനെ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുകയില്ലെന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ലയോ? എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമുക്ക് നിരന്തരം തരുന്നത്. ആ നിഅമത്തിനെ കുറിച്ച് ചിന്തിക്കാതെയാണ് നമ്മൾ പൊറുതികേട് കാണിക്കുന്നതെങ്കിൽ മഹാന്മാര് ഇങ്ങനെയാ ചിന്തിച്ചതെന്നോർക്കണം. 70 ആണ്ട് രോഗം തരാതിരുന്ന പടച്ചവനോട് ഒരു പനി പിടിക്കുമ്പോഴേക്ക്, ഒരു വലിയ രോഗം വരുമ്പോഴേക്ക് 7 കൊല്ലമെങ്കിലും ക്ഷമിക്കാതെ രോഗം മാറ്റിത്തരണമെന്ന് ഞാൻ എങ്ങനെ ദുആ ചെയ്യുമെന്ന് ചോദിക്കുന്നു. വളരെ കഷ്ടപ്പാട് നിറഞ്ഞ അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങുകയാണ്. അതേ, ഒരു നേരത്തെ ഭക്ഷണത്തിനു പോലും വിഷമിക്കുന്ന അവസ്ഥ വന്നപ്പോൾ, ജോലിക്ക് പലരും മഹദിയെ ക്ഷണിക്കാതെ വന്നപ്പോൾ എന്തു ചെയ്യും? ഭർത്താവിന് ഭക്ഷണം കൊടുക്കണ്ടയോ? ആ മഹദി തന്റെ തലയിലുള്ള മുടി അങ്ങ് 2 ഭാഗമാക്കി മാറ്റിയിട്ട് അതിന്റെ ഒരു ഭാഗം കളഞ്ഞെടുത്തിട്ട് വലിയ പ്രമുഖരായ വ്യക്തികളുടെ, സമ്പന്നരുടെ പെൺമക്കൾക്ക് മുടി ചൂടാൻ വേണ്ടി വിൽക്കുന്നു. എന്റെ സഹോദരിമാരോർക്കണേ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മഴയാണ്, പ്രാരാബ്ധമാണ്, ചിലപ്പോൾ ജോലിയില്ലാതെ വരുന്നു, ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുന്നു. പൊറുതികേടാകുന്ന സഹോദരിമാരുണ്ടെങ്കിൽ ഓർത്തോ, അയ്യൂബ് നബിയുടെ ഭാര്യ മുടി കളഞ്ഞിട്ട് നാട്ടിലെ പ്രമുഖരായ ആളുകളുടെ പെൺമക്കൾക്ക് വിൽക്കുന്ന രംഗം ചരിത്രത്തിന് വായിക്കാൻ കഴിയും.